ഹലോ SLC മക്കളെ, നിങ്ങളുടെ IT പരീക്ഷയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇനി ഒന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഫുൾ കാര്യം എക്സാമിനർ ഈ ചാനൽ ചെയ്തു തരുന്നതായിരിക്കും. പേടിക്കേണ്ട, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് കാര്യം, ഇത് 2025 നിങ്ങളുടെ പ്രാക്ടിക്കൽ മോഡലിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ IT ഇങ്ക്സ്കേപ്പിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പോവാണ്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾ ഫുൾ വീഡിയോ കാണുക. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് നിങ്ങളുടെ വേണ്ടത്, ഇത് നിങ്ങൾ ഇങ്ക്സ്കേപ്പ് സെറ്റാക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും. കഴിഞ്ഞ 3-4 വർഷമായിട്ട് മില്യൻസ് ഓഫ് കുട്ടികൾ കണ്ടുപോയ ക്ലാസ്സാണ്. ഓക്കെ, അത് ഫസ്റ്റ് കാര്യം നിങ്ങൾ സെറ്റാക്കുക. സെക്കൻഡ് കാര്യം എനിക്ക് വേണ്ടത്, അടുത്ത സോഫ്റ്റ്വെയർ ഏത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. HTML ഉണ്ട്, പൈത്തൺ ഉണ്ട്, മെയിൽ മെർജ് ഉണ്ട്, ഓഫീസ് ഉണ്ട്, മറ്റെല്ലാ സാധനങ്ങളും സിൻഫിഗ്, ആനിമേഷൻ ഒക്കെ ഉണ്ട്. സോ അടുത്ത് ഞാൻ ഏത് വീഡിയോ ഇടണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് അനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോ അത് തന്നെ ഇടും. ഓക്കെ, പൈത്തണോ HTML ആനിമേഷനോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് വൈകുന്നേരം ലൈവ് ഉണ്ട്, നാളെ വൈകുന്നേരം ലൈവ് ഉണ്ട്, മറ്റന്നാൾ വൈകുന്നേരം എല്ലാ ദിവസവും ലൈവ് ഉണ്ട്. ആ കാര്യം മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആക്ടിവിറ്റി 1 വെച്ചിട്ട്. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബേസിക്കലി ഒരു ആർച്ച് ഉണ്ടാക്കുക 2-3 രീതിയുണ്ട്. എന്ത് രീതി വേണമെന്ന് ചെയ്യാം. കേരള സ്റ്റേറ്റ് കണ്ടാൽ അവസാനം ഇങ്ങനെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ മിസ്റ്റേക്സ് ഉണ്ടാക്കി കാണിച്ചത്. കാരണം ഞാൻ ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് കാണുന്നത്. ഓക്കെ, ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സെയിം മിസ്റ്റേക്സ് ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സെയിം മിസ്റ്റേക്സ് ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് സെറ്റാക്കാം. ഓക്കെ, അപ്പം ടൈമൊക്കെ എങ്ങനെ എടുക്കുന്നു നോക്കാം. എല്ലാം പഠിക്കാം. അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് വരുന്നു, നമ്മൾ ഗ്രാഫിക്സിലേക്ക് വരുന്നു, ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ടെൻഷൻ അടിക്കണം, ഡോണ്ട് വറി. എല്ലാവർക്കും പറ്റും, കമ്പ്യൂട്ടർ ഉള്ളവർക്ക് എല്ലാവർക്കും. ആദ്യം തന്നെ ഈ പേജ് ബോർഡർ എങ്ങനെ ഒഴിവാക്കുക. ഫയലിൽ പോവുക, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ പോവുക, ഷോ പേജ് ബോർഡർ ഓഫ് ആക്കുക. ചിലപ്പോൾ ടീച്ചർ ചോദിക്കും, ചിലപ്പോൾ തിയറിയിലും വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഒരു സർക്കിൾ പോലത്തെ സാധനം വേണം. അപ്പം 2-3 രീതി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നെങ്കിൽ സർക്കിൾ ടൂളിൽ വരെ കൺട്രോൾ ഷിഫ്റ്റ് നിൽക്കണം. എപ്പോഴും കൺട്രോൾ ഷിഫ്റ്റേക്ക് സർക്കിൾ ഉണ്ടാക്കി. ഓക്കെ, സർക്കിളിൽ എങ്ങനെ സെമി സർക്കിൾ ആക്കുക, അവനെ നിൽക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇന്നിവിടെ സ്റ്റാർട്ടിൽ 180 എടുത്തു, അത് ഡിഗ്രിയാണ്, 180 ഡിഗ്രി മതി ഇത് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കിട്ടി. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ശരിക്കും പറഞ്ഞാൽ 2 രീതികളിൽ ഇവിടുന്ന് ഫോളോ ഞാൻ കാണിച്ചില്ല. ഓൾട്ട് നെക്കിയിട്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഓക്കെ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് 2 രീതി ഞാൻ കാണിച്ചില്ല. എന്തുകൊണ്ടാണ് എന്ത് സുഖമാണെന്ന് ഞാൻ കാണിച്ചില്ല. ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഇവനെ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പക്ഷേ എനിക്ക് ഇതിൻ്റെ കളർ നിങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നു, എനിക്ക് ഔട്ട് സൈഡ് മാത്രം മതി. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റിൽ വരുന്നു, ഫിൽ ആൻഡ് സ്ട്രോക്ക് കൊടുക്കുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നാൽ കളറും ബോർഡറും. ഓക്കെ, അപ്പോൾ ഇവൻ്റെ എനിക്ക് കളർ ശരിക്കും പറഞ്ഞാൽ വേണ്ട, കളർ പോയി. സ്ട്രോക്കിൽ വരുന്നു, ഒരു സ്ട്രോക്ക് കൊടുക്കുന്നു. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ പ്രശ്നമുണ്ട്, ഈ താഴ്ഭാഗത്തുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ താഴ്ഭാഗത്ത് ഒഴിവാക്കാൻ വളരെ സിമ്പിളല്ലേ, നമ്മളിതങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു ഷേപ്പ് ഇതിൽ വെച്ചു. സാർ ഇവിടുന്ന് ഈ ഷേപ്പിൽ നിന്ന് ഈ ഷേപ്പ് ഞാൻ നോക്കി ഇത് നെക്കി ഷിഫ്റ്റ് നെക്കി ഇതൊക്കെ ഞാൻ പാത്തിൽ ഡിഫറൻസ് വന്നാൽ സബ്ട്രാക്റ്റ് ആയില്ലേ. ഇല്ല, ആ സബ്ട്രാക്റ്റ് ആയതും വീണ്ടും വന്നു. ഓക്കെ, അപ്പോൾ അവനെ കൊണ്ട് വലിയ കഥയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അവിടെ തന്നെ ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് എനിക്ക് ചെറുതാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സാർ കണ്ടാൽ മനസ്സിലാവില്ല, അതിൻ്റെ കളർ മാറ്റി തരാം. കണ്ടോ, അപ്പോൾ ഇവിടെ ഞാൻ കൺട്രോൾ ഷിഫ്റ്റേക്ക് ചെറുതാക്കി തരാം. ഓക്കെ, ഇപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ചെറുതാക്കി ഒരു വേറെ സർക്കിൾ ഉണ്ടോ. ഓക്കെ, ഇനി എന്താ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇവനെ ഇവിടെ വെച്ചു, പിന്നെ 2 സെൻറ്ററിലാണ്. ഞാൻ ഇവിടെ നിന്ന് ഇവനെ സബ്ട്രാക്ട് ചെയ്യാൻ പോകാം. ശ്രദ്ധിക്കണം, 2-3 കാര്യങ്ങൾ അവിടെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 ഉണ്ട്, ഞാൻ ഒന്ന് വലുതാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ ഞാൻ അതിന് മുമ്പ് ഒരു പരിപാടി കാണിച്ചു തരും. ഓക്കെ, ഞാൻ ഇവന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ. അപ്പോൾ ഇവിടെ 2 പച്ച ഉണ്ട് കേട്ടോ. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ ഇവിടെ നിന്ന് ഇവനെ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഇതാ ആദ്യത്തെ ആളെ നെക്കി വലുത്, സെക്കൻഡ് ഷിഫ്റ്റ് നെക്കി പാത്തിൽ വരുന്നോ ഡിഫറൻസ് സബ്ട്രാക്ട് ഡിഫറൻസ് കൊടുത്തു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഓട്ടേ നമ്മുടെ പരിപാടി നടന്നു. നമുക്ക് എന്ത് ഇവനെ കളറൊക്കെ ഒന്ന് കൊടുക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കളർ എന്താ, ഒരു ബ്ലൂയിഷ്. അത് നിങ്ങൾ ഇഷ്ടം കിട്ടോ. ഓക്കെ, കണ്ട ഏകദേശം ഉണ്ട്. ഇവനെ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മഞ്ഞ കളർ ഇടാം. ഓക്കെ, ശരിക്കും പറയും മഞ്ഞ കളർ ഇല്ല അവിടെ, ഞാൻ കൊടുത്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്, ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് 2 ബ്രൗൺ സാധനങ്ങളുണ്ട്, 2 ബ്രൗൺ കട്ടകളുണ്ട്. ആ മഞ്ഞ ഞാൻ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രൗൺ കളറിലേക്ക് എടുക്കുന്നു. ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ ഡാർക്ക് കേട്ടോ. അയ്യോ, ഓക്കെ, ഇവിടെ കട്ട ഉണ്ടാക്കി. ഓക്കെ, കൺട്രോൾ Z കേട്ടോ, അണ്ടുവിന് ഇവിടെ വെക്കുന്നു. ഓക്കെ, ഇത്രയും വലിപ്പമൊന്നും വേണ്ട, ഇങ്ങനെ ഒരു കട്ട അല്ലേ, ഇങ്ങനെ ഒരു കട്ട വെക്കുന്നു. ഓക്കെ, ഒരു റൈറ്റ് ക്ലിക്ക് വെക്കുന്നു, ഡ്യൂപ്ലിക്കേറ്റ് നിൽക്കുന്നു, ഷിഫ്റ്റ് നീക്കി ആ വരയിൽ കൂടെ കൺട്രോൾ നീക്കി ആ വരയിൽ കൂടെ ഇങ്ങനെ നിൽക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവനെ ഒഴിവാക്കാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താ ടൈപ്പ് ചെയ്യേണ്ടത്, കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ചെയ്തോ, ഈ A ടൂൾ നിൽക്കുക, കേരള സ്റ്റേറ്റ് സ്കൂൾ സ്പോർട്സ്. ഓക്കെ, ഇത് നെക്കി ഇവനെ ഞാൻ ഇവിടെ തന്നെ കൺട്രോൾ നെക്കി ബോൾഡ് ആക്കുന്നു. ഓക്കെ, മഞ്ഞ കളർ ഞാൻ പിന്നെ ആക്കാം കേട്ടോ. ഇനി എനിക്ക് ഇതിനെ മേലെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിവിടെ കൊണ്ട് ഇത് നെക്കി. ഓക്കെ, ഇവനെ നെക്കി, ഈ വലിയ പച്ചനെ നെക്കി ടെക്സ്റ്റിൽ പുട്ട് ഓൺ പാത്താണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ തലയും കുത്തിനെയാണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ, ഞാൻ ഒന്നുകൂടെ അണ്ടു വെക്കുന്നു. കാരണം ആ ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയ ഇങ്ങനത്തെ ഒരു ഷേപ്പാണല്ലോ. ഞാനൊരു പരിപാടിയാണ്, ഞാൻ ഇതിനെ ഇതിൻ്റെ മേലെ കൊണ്ടിട്ടാലോ, ഈ സർക്കിളിൻ്റെ മേലെ നമുക്ക് നോക്കാം.
പുട്ട് ഓൺ ടെക്സ്റ്റ് പുട്ട് ഓൺ പത്ത് ടെക്സ്റ്റ് പുട്ട് ഓൺ പത്ത് കണ്ടോ. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ടല്ലേ, ഇവൻ്റെ മേലെ വെച്ചാലേ ശരിയാവുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഏകദേശം റെഡി ആവുന്നു. ഞാൻ ഒന്ന് സ്പേസ് ഒക്കെ ഇടുന്നു. സ്പേസ് അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് വലുപ്പം കൂട്ടാം. ഒരു 40 കൊടുക്കുന്നു. 40 കൊടുത്താലും ശരി, 45 കൊടുക്കാം, 45. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി റെഡിയായി. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ കുറച്ച് സ്പേസ് ഒന്ന് 2 സ്പേസ് ഇട്ടിയാൽ ശരി. ഓക്കെ, ഇത്രയും പെർഫെക്ഷനൊക്കെ മതി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മഞ്ഞ സാധനം ഓക്കെ, മഞ്ഞ സാധനം കണ്ടോ, ഇവനെ എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഇവനെടുത്ത് മാറ്റുന്നു. ഈ മഞ്ഞ സാധനം എടുത്ത് ഡിലീറ്റ് ചെയ്താൽ മഞ്ഞ സാധനം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്താൽ പോയി. അപ്പം മഞ്ഞ സാധനത്തെ ഞാൻ ഫില്ല് ഓഫ് ആക്കുന്നു. കഴിഞ്ഞു. അപ്പോൾ അവിടെ മഞ്ഞ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ഇനി ഇവനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവനൊന്ന് വലുതാക്കുന്നു. ഓക്കെ, ഷിഫ്റ്റ് നെക്കി വലുതാക്കി കുറച്ച് വൃത്തി ഉണ്ടാവും. ഓക്കെ, സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നു. എന്ത് കളറാണ് പറഞ്ഞത്, ഇവർ മഞ്ഞ കളർ കൊടുത്ത് നമ്മൾ മഞ്ഞ കളർ കൊടുക്കും. കഴിഞ്ഞു മക്കളെ, സെറ്റ്. ഓക്കെ, ഇനി അവസാനം കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ ചെയ്യുക. ഓക്കെ, കൺട്രോൾ ചെയ്യാനൊക്കെ. ഓക്കെ, കൺട്രോൾ റൈറ്റ് ക്ലിക്ക്, ഞാൻ ഗ്രൂപ്പ് ചെയ്ത് അറിയാണ്ട് ഗ്രൂപ്പാക്കി. അപ്പോൾ ഇവർ ഒരുമിച്ച് നീങ്ങിക്കോളും. നിങ്ങൾ സേവ് ചെയ്യണം, PNG ആയിട്ടായിരിക്കും അല്ലേ, ആസ് എ ഫയൽ നെയിം. ഓക്കെ, നിങ്ങൾക്ക് വേണം SVG ആയിട്ട് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് S നിൽക്കുക. ഓക്കെ, ഡെസ്ക്ടോപ്പിലോ നിങ്ങളുടെ exam 10 എന്നുള്ള ഫോൾഡർ ഉണ്ടാവും, നിങ്ങളുടെ റോൾ നമ്പർ എൻ്റെ 8086_1. ഓക്കെ, SVG ആണ്. ഞാൻ 2025, എൻ്റെ റോൾ നമ്പർ 2025 എന്ന് ചോദിച്ചു, 2025_1 സേവ് ചെയ്യുന്ന SVG ആയിട്ട്. PNG ആയിട്ടെന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ വരിക, ഫയൽ നിൽക്കുക, എക്സ്പോർട്ട് PNG ഇമേജ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വൺ കിട്ടില്ല മക്കളെ, ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക, സിമ്പിൾ സംഭവമാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സർക്കിൾ 180 കാര്യങ്ങളും ഡിഫറൻസ് എന്തുകൊണ്ട് ചെയ്യരുതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി പഠിപ്പിച്ചു തന്നു. ഒരു എക്സ്ട്രാ സർക്കിൾ എന്തിനാണ് വെക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് കാണാൻ പോകുന്നത്, ഇവിടെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ രീതിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് വെച്ചു എന്നുള്ളൂ. ഓക്കെ, ആക്ടിവിറ്റി 2 നമുക്ക് ചെയ്യാം. ഞാൻ പുതിയ പരിപാടി തുടങ്ങാം. ഓക്കെ, ഇവനെ ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിങ് വലിച്ച് ആക്ടിവിറ്റി 2 ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് കൂടുതലും ഗ്രേഡിയൻ്റ് ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഇൻ്റർനെറ്റ് അല്ല, ഗ്രാഫിക്സിൽ വരുന്നു, നമ്മുടെ ഇങ്ക് സ്കേപ്പ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരിക്കലും ആ പെർഫെക്റ്റ് പിക്ചർ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, ആ ഉണ്ടാക്കിയ ആൾക്കാരെ ചിലപ്പം തിരിച്ചുണ്ടാക്കാൻ പറ്റില്ല, അങ്ങനത്തെയാണ് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഏകദേശം ആ സംഭവം ഉണ്ടായാൽ മതി. ആ ഗ്രേഡിയൻറ്റും ആ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ടീച്ചർ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ്, ഒരു പിക്ചർ, ഒരു ബോക്സ്, ഇവിടെ താഴെ വേറെ ബോക്സ്, നടുക്കിലൊരു സർക്കിൾ, ഇവിടെ ഒരു ഗ്രേഡിയൻറ്റ്, ഇവിടെ ലീനിയർ, ഇവിടെ ഒരു റേഡിയൽ ഗ്രേഡ്, അത്രയുള്ള സംഭവം പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അപ്പോൾ 2 ബോക്സ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതൊരു ബോക്സ്, അതേ സെയിം ഷേപ്പ് കൊണ്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, കൺട്രോൾ നീക്കിക്കൊണ്ട് താത്തുന്നു. ഓക്കെ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കളർ ഞാൻ ഇങ്ങനെ കൊടുക്കും. ഓക്കെ, ഇനി മനസ്സിലാക്കണം എന്താ, ഇവൻ്റെ നമുക്കിവിടെ റെഡിൽ നിന്ന് മഞ്ഞയിലേക്ക് ഒരു ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നു, ഫിൽ ആൻഡ് സ്ട്രോക്ക് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒബ്ജക്റ്റിൽ വരുന്നു, ഫിൽ ആൻഡ് സ്ട്രോക്ക് നിൽക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ് ലീനിയർ ഗ്രേഡിയൻറ്റ്. ഒരു കളർ നേരെ ഇങ്ങനെ റേഡിയൽ എന്ന് പറഞ്ഞാൽ റൗണ്ടിൽ ലീനിയർ ഗ്രേഡിയൻറ്റ് നിൽക്കുന്നു. ഇനി എന്താ, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അല്ല, അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എനിക്ക് നോഡുകൾ കിട്ടുന്നു. അപ്പോൾ ഞാൻ മേലെന്ന് താഴേക്ക് കൊടുക്കും, താഴെ നിന്ന് മേലെ, ഡസൻ മാറ്റർ. ഓക്കെ, ഇത് കൊടുത്തു. ഓക്കെ, ഇനി മേലത്തെ കളർ ഞാൻ ആ നോഡ് ഞെക്കി, മേലത്തെ നോഡ് നിൽക്കണം, ശ്രദ്ധിക്കുക, മേലത്തെ നോഡ് ഞെക്കി ഞാൻ എന്താ റെഡ് കളർ കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ കാര്യമില്ല കേട്ടോ, റെഡ് കളർ കൊടുക്കുന്നു. താഴത്തെ നോഡ് ഞെക്കി എനിക്ക് മഞ്ഞ കളർ വേണം, മഞ്ഞ. ഓക്കെ, മഞ്ഞയിലേക്ക് പോകുന്നു. ഓക്കെ, ഈ ഓറഞ്ചിഷ് മഞ്ഞ കൊടുക്കുന്നു. പക്ഷേ മഞ്ഞ ആവുന്നില്ല, ഞാൻ പച്ച ആവുന്നില്ല സാർ, എന്താ സംഭവിക്കുന്നത്? വളരെ സിമ്പിൾ, കളർ അവിടെ ഇല്ല, കാണുന്നില്ല എന്ന് പറയുമ്പം അതിൻ്റെ പവറില്ല, കളറിന് പവറില്ല. അതാണ് ഒപ്പാസിറ്റി. താഴെ കണ്ട ഒപ്പാസിറ്റി അവനെ 100 ആക്കുക. അപ്പോൾ റെഡി ആയല്ലോ, ഒപ്പാസിറ്റി ഇട്ടു, റെഡി. അപ്പോൾ മഞ്ഞ കളർ, ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര കളർ അവിടെ ഉണ്ടാവണം അതിൻ്റെ ശതമാനം. ഓക്കെ, ഇനി താഴത്തെ ആൾ, ഇവിടെ എന്താ നമുക്ക് വേണ്ടത്, ഇവിടെ ഒരു സിംഗിൾ കളറാണ്, അതിൻ്റെ ഉള്ളിലൊരു റേഡിയൽ ഗ്രേഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞേൻ്റെ റേഡിയൽ ഗ്രേഡിൻ്റെ പർപ്പിളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവനെ നോക്കി ലീനിയർ അല്ല, റേഡിയൽ ഗ്രേഡിൻ്റെ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, നടുക്കിലല്ല, ശരിക്കും ഇവനെ മാറ്റി ഇവിടെ വെക്കുന്നു. ഇവിടെയാണല്ലോ ഏകദേശം മഞ്ഞ ഇത് വരേണ്ടത്, ഇവനെ ചെറുതാക്കണം, ചെറിയൊരു ഗ്രേഡിൻ്റെ അവിടെ ഉള്ളൂ, ഇവനൊന്ന് ചെറുതാക്കുന്നു ഇങ്ങനെ. ഓക്കെ, നോഡുകൾ ഡബിൾ ക്ലിക്ക് ചെയ്താലേ നോഡുകൾ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ ഈ ടൂൾ നിൽക്കിയാലും മതി. ഓക്കെ, നടുക്കിൽ എനിക്ക് വേണ്ടത് ഒരു മഞ്ഞ തന്നെ, ആ സൈഡിലേക്കാണ് വേണ്ടത്, സൈഡിലേക്ക് എനിക്ക് ഒരു പെർപ്പിൾ കളറാണ് അല്ലേ. ഇവനെ എവിടേക്ക് പെർപ്പിളിലേക്ക് തിരിക്കുന്നു, പെർപ്പിൾ, ഇങ്ങനെയാണ് പെർപ്പിൾ വേണ്ടതല്ല, ഒപ്പാസിറ്റി 100 കൊടുക്കണം. ഓക്കെ, കുറച്ചുകൂടി വലുതാക്കണം, പെർപ്പിൾ കുറച്ചുകൂടി ഡാർക്കാന്ന് തോന്നുന്നു ഇവരുടെ ബുക്കിന്. ഓക്കെ, ഈ മഞ്ഞ എന്താ പ്രശ്നം എന്താ, ഇത് അത്ര മഞ്ഞ അങ്ങ് അറിയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അവിടെ ഞാൻ ബ്ലർ കുറച്ച് എന്താണ് ഒപ്പാസിറ്റി അല്ല, ഞാൻ ബ്ലർ കുറച്ച് കൂട്ടാം. ഓക്കെ, ബ്ലർ മൊത്തമായിട്ട് മാറുള്ളൂ അല്ലേ. ഞാനിവിടെ നടുക്കിൽ നിൽക്കിയിട്ട് ബ്ലർ കൊടുത്താലോ, ഇല്ലല്ല, മൊത്തമായിട്ടാണ് പോകുന്നത് അല്ലേ. ഇവിടെ ഇവന് മാത്രം ബ്ലർ കിട്ടേണ്ടതാണ് ശരിക്കും. കുഴപ്പമില്ല, നമുക്കത് ബ്ലർ വേണ്ട, നമുക്ക് അവനെ ചെറുതാക്കിയാൽ മതി, ഇവനെ നല്ല ചെറുതാക്കാം. ഓക്കെ, നന്നായിട്ടങ്ങ് ചെറുതാക്കാം. ഓക്കെ, ഇവിടെയും കൊടുക്കാം. ഇവൻ്റെ ഒപ്പാസിറ്റി കുറച്ചാലോ. ഓക്കെ, എന്താ പ്രശ്നം വെച്ചാൽ ഇവൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ മൊത്തമായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ കളറിൻ്റെ ഒപ്പാസിറ്റി
ഒപ്പാസിറ്റി പോയി. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ നമ്മുടെ ഈ പിക്ചറിൻ്റെ ബാക്കിൽ എന്താണ്, നമ്മുടെ ഈ പിക്ചറിൻ്റെ ബാക്കിൽ വൈറ്റ് സ്ക്രീൻ ആയിട്ട് വൈറ്റ് കളർ എൻ്റെ പുറകിലുള്ള. അപ്പോൾ ഞാൻ ഒരു പരിപാടി, ഒരു സുഡായിപ്പ് പരിപാടി ചെയ്യുന്നു. ഞാൻ ഇവിടെ ഒരു പെട്ടിയും കൂടെ ഉണ്ടാക്കുന്നു. ഓക്കെ, ഞാനൊരു സിമ്പിൾ പെട്ടി ഉണ്ടാക്കുന്നു. ഓക്കെ, അവൻ ഒപ്പാസിറ്റി 100, ഈ പെർപ്പിൾ കളർ തന്നെ. അപ്പോൾ ഞാൻ ഇവനെ ഇതിൻ്റെ പുറകിൽ ഒളിപ്പിച്ച് വെക്കാൻ പോട്ടെ, ഇവനെ പുറകിൽ വെക്കണം. പക്ഷെ ഇപ്പം മേലെയാണ്, അതിന് പുറകിലേക്ക് എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും ടൂൾസ്, പേജ് അപ്പ്, പേജ് ഡൗൺ, താഴേക്ക് വെക്കാം. അപ്പോൾ എൻഡിലേക്ക് താഴേക്ക് കൊണ്ടിട്ടു, താഴേക്ക് ഏറ്റവും താഴെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുക അവൻ മേലല്ല, ഏറ്റവും താഴെയാണ്. ഇനി ഞാൻ ഇവിടെ ഒന്നും കൂടി ആ കളറിൽ നിന്ന് കളിക്കുന്നു, ഒപ്പാസിറ്റി കുറച്ച് കൂട്ടുന്നു, മഞ്ഞ തന്നെ. ഓക്കെ, ഇത് ഇത്രയും മതി. ഓക്കെ, ഇത്രയും സംഭവം കിട്ടി. ഇനി എന്താണ് വേണ്ടത്? എനിക്കിവിടെ വേണ്ടത് ഒരു റൗണ്ട്. പക്ഷേ ഫുള്ള് വേണ്ട, റൗണ്ട് ഫുള്ള് വേണം, പക്ഷേ നമുക്കത് വേണം ആ പെർപ്പിളിൽ താഴെ കൊണ്ട് ഒളിപ്പിച്ചേക്കും. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിളായിട്ട് റൗണ്ട് നിങ്ങൾ കൺട്രോൾ ഷിഫ്റ്റിനൊക്കെ റൗണ്ട് ഉണ്ടാക്കി. നേരത്തെ നമ്മൾ സെമി സർക്കിളായതുകൊണ്ട് ഇവിടെ 0 ഉണ്ടാക്കിയാൽ മതി. ഇത് റെഡി. ഇനി നമുക്ക് അവൻ്റെ ഒപ്പാസിറ്റി ഒക്കെ കൂട്ടണം. ഒപ്പാസിറ്റി കൂട്ടി ഒരു മഞ്ഞ കളർ കൊടുക്കണം. ഇത് മതിയാവും. ഓക്കെ, ഇത് മതി. പക്ഷെ എന്താ പ്രശ്നം? ഇവൻ എനിക്ക് പെർപ്പിളിൻ്റെ മേലെ വരണം, താഴെ വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പെർപ്പിളിനെ ഞാൻ ഏറ്റവും ടോപ്പിലേക്ക് വെക്കുന്നു. ഓക്കെ, ഏറ്റവും ടോപ്പിലേക്ക്. പക്ഷെ ഇവനെ എനിക്ക് ആ ഷാഡോൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവൻ തൊട്ട് താഴേക്ക് ആക്കുന്നു. ഓക്കെ, ഇനി ഏറ്റവും താഴേക്ക് ആക്കി. ഇനി ഇവനെ ഏറ്റവും താഴേക്ക് ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഏകദേശം സെറ്റ്. ഇനി ഈ സംഭവങ്ങൾ ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഒബ്ജക്റ്റിലേക്ക് വരിക. റേസ് ടു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലേക്ക്, റേസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മേലെ, ലോവർ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ, ലോവർ ടു ബോട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ. ഓക്കെ, അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ശരിയാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ ഈ സൂര്യൻ അത്ര മനസ്സിലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ സൂര്യൻ്റെ കളർ, താഴത്തെ കളർ മഞ്ഞയ്ക്ക് ഒരു ഓറഞ്ച് പിടിക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു കൺഫ്യൂഷൻ വരും. ഇപ്പം റെഡി ആയാലും ഇപ്പോൾ സൂര്യൻ നമുക്ക് സുന്ദരമായിട്ട് കാണാൻ പറ്റും. എൻ്റെ അമ്മ, ബ്യൂട്ടിഫുൾ ഇമേജ് ബൈ അലൻ സർ. ഇനി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. ഒന്നുകൂടി എല്ലാം സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു, ഫുൾ മാർക്സ് കഴിഞ്ഞു. ഓക്കെ, അത്രയുള്ള സംഭവം. ഞാൻ ഇവനെ സേവ് ചെയ്യുന്നു. ഞാൻ തൽക്കാലം ഇവനെ എക്സ്പോർട്ട് ചെയ്യുന്നു. സൺസെറ്റ്. ഓക്കെ, ഞാൻ പേജ് നോക്കാനുള്ള ഡ്രോയിങ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവനെ സെലക്ട് ചെയ്തു. ഇനി ഇവനെ എനിക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് നിൽക്കുക. സെലക്ഷൻ തന്നെ വന്നോളൂ. ഇവിടെ സെലക്ഷൻ ഹോമിൽ എക്സ്പോർട്ട് ആസ് കൊടുക്കുക. നിങ്ങളുടെ റോൾ നമ്പർ 2025. ഓക്കെ, _1. ഞാൻ ഡെസ്ക്ടോപ്പിൽ എടുക്കുന്നു. സൺസെറ്റ്. ഞാൻ വെറുതെ സൺസെറ്റിന് കൊടുക്കണം, നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, ഈ സംഭവം കിട്ടി. ഇത്രയുള്ള സംഭവം ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടി കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ SVG ആയിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ Ctrl+Shift+S അല്ലെങ്കിൽ ഫയലിൽ സേവ് ആസ് പോയി നിൽക്കുക. ഓക്കെ, സേവ് ആസ് 8086_2. ഓക്കെ, കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം. ഇങ്ക്സ്കേപ്പ് സെറ്റ് ആയല്ലോ, ലൈക്ക് അടിക്കാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത ഇതിലെ എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു. അതിന് മുമ്പ് മക്കളെ, നിങ്ങൾക്ക് SLC ശക്തി റിവിഷൻ ബാച്ച്, നിങ്ങൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. 1200 രൂപയ്ക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. ഈ നമ്പറിൽ കിട്ടും. എന്തൊക്കെയാണ് സാർ ഗുണങ്ങൾ? IT കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സെറ്റാക്കി തരും. ബാക്കിയുള്ള സബ്ജക്റ്റ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ഇങ്ങനെ സെറ്റാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, PYQs മൊത്തം ഉണ്ട്, ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് നോട്ട്സ് ലൈവ് ഉണ്ട്. ഓക്കെ, ഷോർട്ട് നോട്ട്സ് ലൈവ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും ഷോർട്ട് നോട്ട്സ് ഫോർമുലയൊക്കെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഓൾറെഡി കുറേ കഴിഞ്ഞ്, കുറച്ചുകൂടി ബാക്കിയുണ്ട്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്ത് അത് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് +1 അഡ്മിഷൻ ഇപ്പോൾ തന്നെ എടുത്ത് വെക്കാം. +1 സയൻസ് ബാച്ചാണ് അഗ്നി. 6000 rupees വരും. ബുക്സ് ഒക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ +1 നിങ്ങൾക്ക് സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, നീറ്റ് JEE ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജോയിൻ ചെയ്യാം. അഡ്മിഷൻ ചെയ്യണം, താഴത്തെ നമ്പറിലേക്ക് ജോയിൻ. പിന്നെ +1 നമ്മുടെ കുറേ കുട്ടികളിൽ നിങ്ങൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളിൽ നിങ്ങൾക്ക് എക്സാമിന് പറഞ്ഞ ക്യാമ്പസിൽ വന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ വേറെ ദിവസം പറയാം. നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എപ്പം നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, ഏത് എക്സാം എഴുതാമെന്നൊക്കെ പറഞ്ഞുതരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ബ്രീഫുകൾ തരാം. എല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നില്ല, കാരണം നമുക്ക് സമയം കുറവാണ്. എനിക്ക് ലൈവ് എടുക്കാണ്ട്, അതേപോലെ ഇനിയും കുറേ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ വേഗം ഒന്ന് ഇതിൻ്റെ ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് ഓരോ ക്വസ്റ്റ്യനിലെ പ്രശ്നങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിൽ കൂടുതൽ ഗ്രൂപ്പും നമ്മൾ എന്താണ് യൂണിയനൊക്കെ ചെയ്യാനാണ്. ഓക്കെ, ഫയലിൽ വരുന്നു, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് വരുന്നു, പേജ് ബോർഡർ ഓഫ് ആക്കി. ഓക്കെ, ഇനി എന്താണ് സർക്കിൾ വിത്ത് റൗണ്ട് ബോർഡർ. ഓക്കെ, അപ്പോൾ ഞാൻ സർക്കിൾ നിൽക്കുന്നു, Ctrl+Shift ഉണ്ടാക്കി നമ്മുടെ സണ്ണ് പോലെയായി. ഇനി ഫിൽ ആൻഡ് സ്ട്രോക്കിൽ വരുന്നു. ഇവിടെ ഫില്ല് എനിക്ക് വേണ്ടത് ഒരു എന്തൊരു കളറല്ലേ, എവിടെ ഈ കളർ? ഈ ഒരു പച്ച, ഒരു ഡള്ള് പച്ച അല്ലേ, ഈ ഒരു കളർ. ഏകദേശം. ഓക്കെ, ഏകദേശം ഒരു കളറാണ്. ഓക്കെ, ഇത് മതി, അത്രയൊക്കെ പെർഫെക്ഷൻ മതി. ഓക്കെ, ഈ ഒരു കളറെന്ന് വിചാരിച്ചോ. അവന് ബോർഡർ വേണം, സ്ട്രോക്കിൽ പോകുന്ന സ്ട്രോക്ക്. പക്ഷേ സ്ട്രോക്ക് കുറച്ചുകൂടി കട്ടി വേണ്ടതുകൊണ്ട് ഞാൻ നിന്ന് സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് വരുന്നു. ഇവിടെ വിട്ട് ഞാൻ കട ++++++ കൊടുത്തു. എത്രയും വേണ്ട, അത്രയും കൊടുക്കും. ഞാൻ വലിയ ഷേപ്പൊന്ന് വലുതാക്കിയാൽ കറക്റ്റ്. ഓക്കെ, സ്ട്രോക്ക് സ്റ്റൈൽ കുറച്ചുകൂടി കുറയ്ക്കാം അല്ലേ. ഒരു രക്ഷണിക്ക് ഇവിടെ നമുക്കൊരു 15 വന്നു, 12 വന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മുടെ മാച്ച് ആവുന്നുണ്ട്. ഇനി ഈ പെട്ടി. ഓക്കെ, അവസാനം പറഞ്ഞു ഞാനിങ്ങനെ മാത്സ് ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ലേ ചെയ്യൂല എന്ന് പറയാം, പക്ഷേ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും വലിപ്പമൊന്നും വേണ്ട. ഞാൻ Ctrl+Shift ചെറുതാക്കുന്നു.
പെട്ടിയൊന്നും വേണ്ട. അപ്പം സ്ട്രോക്ക് പെയിൻറ്റിലേക്ക് വരുന്നു, ഫ്ലാറ്റ് കൊടുക്കുന്നു. ഓക്കെ, വേണ്ട, ഫ്ലാറ്റ് അല്ല, നോ കൊടുക്കുന്നു. ഫില്ലിൽ വരുന്നു, ഓറഞ്ച് കളർ കൊടുക്കുന്നു. ഇത് നല്ലൊരു ഓറഞ്ച് പോരട്ടെ, കുറച്ചുകൂടി ഡാർക്ക് വേണമല്ലേ. ഓക്കെ, ഈ ഒരു ഓറഞ്ച് കൊടുക്കും. നടുക്കിലൊരു വൈറ്റ് പെട്ടി. ഓക്കെ, നടുക്കിലൊരു വൈറ്റ് പെട്ടി. നിങ്ങൾക്ക് ആ പെട്ടി കാണില്ല, കാരണം ഓറഞ്ച് കളറിലാണ് വന്നത് കേട്ടോ. വൈറ്റ് പെട്ടി. ഓക്കെ, വൈറ്റ് പെട്ടി ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്കിത് കറക്റ്റ് സെൻട്രലാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കറക്റ്റ് സെൻട്രലാക്കണ ഒരു പരിപാടിയുണ്ട്, അലൻ സാർ പണ്ട് ചെയ്യായിരുന്നു. ഒബ്ജക്റ്റിൽ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് തന്നെ. ഓക്കെ, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. നിങ്ങൾക്ക് അത്ര പെർഫെക്ഷനിസ്റ്റ് ആണ്, അത് നിൽക്കിയത് വരും. ഇനി 2 സാധനം നിൽക്കില്ല, 2 മിഡിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി ഇത് നിൽക്കുക, ഇനി ബോട്ടമിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി ഇത് നിൽക്കുക. ആണ്ട, ഇനി ഇവന്മാരെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവന്മാരെ ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവന്മാരെ റൈറ്റ് നെക്കി ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ വെക്കുന്നു. ഏകദേശം അതേപോലെ അല്ല, ആ കളർ ഇച്ചിരി മാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി ഇവനെ നെക്കി ഞാൻ സെൻറ്ററിലാക്കാൻ വേണ്ടി ഒരു പുതിയ പരിപാടി ഉദ്ദേശിക്കുന്നു. ഓക്കെ, രസമായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് റൂഫ് ടോപ്പാണ്. റൂഫ് ടോപ്പിന് വേണ്ടി ഞാൻ പെട്ടി വരയ്ക്കുന്നു. ഓക്കെ, പെട്ടി വരച്ചു. വേറൊരു പെട്ടിയും കൂടി വേണം അല്ലേ. ഇതൊരു പെട്ടി, അത് ഞാൻ ബ്രൗൺ കളർ കൊടുക്കുന്നു. ഓക്കെ, ഒരു പെട്ടി ഞാൻ ഇവനെ ഒരു പെട്ടിയും കൂടി വരയ്ക്കുന്നു. അത് അതിൻ്റെ ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പെട്ടി. ഓക്കെ, പക്ഷെ അത് തട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇനി വേണം നിങ്ങൾക്ക് ഇത് രണ്ടും ഒരു ഷേപ്പ് ആവണം എന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ 2 കൂടി ഞെക്കുക, ഒബ്ജക്റ്റിൽ വരിക, ഒബ്ജക്റ്റ് അല്ല പാത്തിലേക്ക് വരിക, യൂണിയൻ കൊടുക്കുക. ഇനി മുതൽ അതൊരു ഷേപ്പാണ്, അവൻ എപ്പോഴും വരും. പക്ഷേ ഗ്രൂപ്പ് പോലെ അല്ല, ഗ്രൂപ്പ് നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഷേപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവരെ എല്ലാവരും കൂടി എന്ത് ചെയ്യാം, സെൻട്രൽ ലൈൻ ചെയ്യാം. സെൻട്രൽ ലൈൻ. ഓക്കെ, ഇപ്പോൾ ബ്യൂട്ടിഫുള്ളായി. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇത്രയും മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി എല്ലാവരും കൂടി നിൽക്കുക, റൈറ്റ് ക്ലിക്ക് വെക്കുക, ഗ്രൂപ്പ് വെക്കുക. അയ്യോ, റൈറ്റ് ക്ലിക്ക് വെക്കുക, ഗ്രൂപ്പ് നിൽക്കുക, കഴിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ SVG ആയിട്ട് സേവ് ചെയ്യുക. ഓക്കെ, 2025_3. ഓക്കെ, കഴിഞ്ഞു. നിങ്ങളുടെ റോൾ നമ്പർ _ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇതാണ് ബേസിക്കലി സംഭവം. ഞാൻ അടുത്ത ഇതിലേക്ക് വരാം. സ്പീഡ് ലിമിറ്റ് ബേസിക്കലി ഞാൻ വേഗം ഇവിടെ തന്നെ കാണിച്ചു തരാം. ഓക്കെ, പെട്ടി ഉണ്ടാക്കുക, ബോർഡർ ഉണ്ടാക്കുക, റൗണ്ട് ഉണ്ടാക്കുക, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇത്രയേ ഉള്ളൂ. പെട്ടി ഉണ്ടാക്കി, റെഡ് കളർ കൊടുത്തു. ഓക്കെ, റെഡ് കളർ കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. എന്നാൽ പണി സിമ്പിൾ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ഈ ഫില്ല് ഓഫ് ആക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ആൾ അവിടെ തന്നെ കേട്ടോ. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടല്ലേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതെ എങ്ങനെ പഠിപ്പിക്കണം നോക്കും. ഓക്കെ, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ആളുണ്ട്. ഓക്കെ, അപ്പം അവനെ ഞാൻ സെലക്ട് ചെയ്തത്, അവന് ഫില്ല് കൊടുക്കുന്നില്ല, സ്ട്രോക്ക് കൊടുക്കുന്നു, ഫ്ലാറ്റിൽ വൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കട്ടിയുള്ള സ്ട്രോക്കൊന്നും വേണ്ട, അപ്പോൾ ഞാൻ കുറയ്ക്കുന്നു. 2 ഒക്കെ മതിയോ. ഓക്കെ, ഞാൻ അവനെ കൺട്രോൾ ഷിഫ്റ്റിങ് ചെറുതാക്കുന്നു. ഓക്കെ, ഇതാണല്ലോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചത്. ബ്യൂട്ടിഫുൾ. ടെക്സ്റ്റ് ബുക്കിനായിട്ട് അടിപൊളി അടിച്ചത് അല്ലേ. സർക്കിൾ കാണുന്നില്ലേ, പേടിക്കേണ്ട. ഫില്ലിലേക്ക് വരിക, ഏതെങ്കിലും കളർ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വേറെ കളർ കൊടുക്കുന്നു. അവൻ്റെ സ്ട്രോക്ക് നമുക്ക് ഇവിടെ സ്ട്രോക്ക് ആവശ്യമില്ല, ഇവന് സ്ട്രോക്ക് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കുന്നു, ഇവനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കും. ഓക്കെ, ഇത്രയും സൈസ് റെഡിയാണോ? കുറച്ച് കുറയ്ക്കാം. ഓക്കെ, ഇവനെ നമുക്ക് വൈറ്റ് കളർ കൊടുക്കണം. ഫില്ലിൽ വൈറ്റ് ഇങ്ങോട്ട് വൈറ്റ് കൊണ്ടുവരുന്നു. വൈറ്റ് എൻ്റെ അടിപൊളി. ഇനി നമുക്കൊരു ടെക്സ്റ്റ് എടുക്കുന്നു. ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് വെറുതെ എനക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. 30 Ctrl A എന്നിട്ട് ബോൾഡ് ആക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് വലുതാക്കുന്നു. കൺട്രോൾ എനിക്ക് വലുതാക്കാം കേട്ടോ. ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, വലിപ്പം കൂടി. കൺട്രോൾ എനിക്ക് ചെറുതാക്കുന്നു. ഓക്കെ, അവസാനം ഞാൻ എല്ലാം കൂടി സെൻറ്റർ ആക്കാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിലേക്ക് വന്നിട്ട്. ഓക്കെ, ഇനി സ്പീഡ് ലിമിറ്റ് എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ എനക്ക് ഇത് സ്പീഡ് ലിമിറ്റ്, ക്യാപ്സ് ആയിരുന്നു, സ്പീഡ് ലിമിറ്റ്. ഓക്കെ, റെഡി. ബോൾഡ് ഉണ്ടെന്ന് തോന്നുന്നു. സോറി, ഇറ്റാലിക് അല്ല, ബോൾഡ് അല്ലായിരുന്നു അല്ലേ, ബോൾഡ് അല്ല. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ A, ബോൾഡ് ഒഴിവാക്കി നോർമൽ എടുക്കുന്നു. ഇങ്ങനെ എന്തോ അല്ലേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വൈറ്റ് കളറാണ്. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു സുഖമല്ലല്ലോ നമ്മുടെ സർക്കിൾ. ഇവൻ ശരിക്കും പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലെ ഫോട്ടോ പ്രകാരം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് നീണ്ടിട്ടാണ്, കുഴപ്പമില്ല. ഇനി ഇവനെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്ക് അത് ചെറുതാക്കുമ്പോൾ മൊത്തം ചെറുതായിക്കോളും. ഓക്കെ, അത് ചെറുതായി ഇതെവിടെ കേട്ടെ. ഇനി ഇത്രയും വലുപ്പമല്ലോ സ്പീഡ് ലിമിറ്റിന്. സ്പീഡ് ലിമിറ്റ് ആക്ച്വലി ബോൾഡാണ്, അവർ നീട്ടി വരച്ചതാണ്. ബോൾഡ് കൊടുത്തു, നീട്ടി വരച്ചു. ഓക്കെ, ഓക്കെ, ഇനി വേണമെങ്കിൽ എല്ലാം കൺട്രോൾ ഞെക്കുക. അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഞാൻ ഇവിടെ ഒബ്ജക്ട്സിൽ വന്ന് താഴെ ഞെക്കി, എന്നിട്ട് ഇവിടെ സെൻറ്റർ കൊടുക്കുക. അപ്പോൾ എല്ലാം സെൻറ്ററിലേക്ക് ആയിക്കോളും. ഇനി എല്ലാം കൂടി ഞെക്കുക, റൈറ്റ് ക്ലിക്ക്, ഗ്രൂപ്പ്, കഴിഞ്ഞു. ഇനി സേവ് ചെയ്യുക. 2025 Activity 4. ഓക്കെ, കഴിഞ്ഞു.
എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ചെയ്യാൻ മറക്കുക, അത് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അത് എൻ്റെ ആക്ടിവിറ്റി 5 നമ്മൾ ചെയ്ത ടൈപ്പ് സർക്കിളിലേക്കാണ്. സർക്കിളിൽ ഈ കുഞ്ഞ് സർക്കിളിൻ്റെ മേലെ പുട്ട് ഓൺ പാത്തിയാണ്, ആ കാര്യം മറക്കരുത്. ഓക്കെ, ഇതും വളരെ സിമ്പിളാണ്. ബേസിക്കലി ഇവനെ റേഡിയൽ കളർ കൊടുക്കുക, എന്നിട്ട് ബ്ലർ കൊടുക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കണം. ഞാൻ ബേസിക് ഐഡിയ ഒന്ന് പെട്ടെന്ന് കാണിച്ചുതരാം. ഞാൻ റഫായിട്ട് കേട്ടോ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ഷേപ്പ് വേണം. ഈ ഒരു ഷേപ്പ് എങ്ങനെ കിട്ടുക? നമുക്കൊരു സർക്കിളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു, കൺട്രോൾ ഷിഫ്റ്റ് തെക്കി സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റത്തോണ്ട് ഞാൻ കുഞ്ഞ് സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, കളർ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു. ഇതാണ് സർക്കിൾ. ഓക്കെ, നമുക്ക് ദിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിഭാഗം, ഒരു സർക്കിളിൻ്റെ അടിഭാഗം മതി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, വേറെ സർക്കിൾ വരയ്ക്കുന്നു. ബ്ലാക്ക് കളറിൽ കാണിച്ചുതരാം. സോറി, ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്താൽ അടിഭാഗം ദിയ പോലെ ഇല്ല. ഓക്കെ, ഇത് ഞാൻ വലുതാക്കി. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താട്ടോ, ഇതിൻ്റെ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സർക്കിളിൽ എനിക്ക് കുറച്ചുകൂടി തടി കൂട്ടണം. ഇങ്ങനെ വരണം. ഓക്കെ, അപ്പോൾ ദിയ. ഇനി എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് പിക്ചറിനേക്ക് ഷിഫ്റ്റിനേക്ക് സെക്കൻഡ് പിക്ചർ പാത്തിൽ വരുന്നു ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ ദിയേൻ്റെ അടിഭാഗം കിട്ടി. എന്താ സ്റ്റൈല്. ഓക്കെ, ദിയേൻ്റെ അടിഭാഗം കിട്ടി. ഇനി ദിയേൻ്റെ മുകൾ ഭാഗം വേണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിന് മാച്ച് ആവുന്ന പോലെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഷിഫ്റ്റ് ഒന്നും നിൽക്കണ്ട, കാരണം നമ്മൾ പെർഫെക്റ്റ് സർക്കിൾ അല്ലല്ലോ വേണ്ടത്. ഓക്കെ, ഇവനെ മാച്ച് ആക്കിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം. ഓക്കെ, ഇനി ഇവനെ ചെറുതാക്കുന്നു, ഇവിടെ ഫിറ്റ് ചെയ്യിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന സർക്കിളിൽ ഒരു കോപ്പി എടുത്ത് വെക്കണം ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഓക്കെ, ഇത്രയും പെർഫെക്ഷനൊക്കെ മതി. ഓക്കെ, ഇനി ഇവനെ നമുക്കൊരു ഇവിടുന്ന് ലീനിയർ ഗ്രേഡിയൻറ്റ് കാണാൻ പറ്റും അല്ലേ, ബ്രൗണിൽ നിന്ന് മഞ്ഞയിലേക്ക്. അപ്പോൾ ഇവനെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യേണ്ട, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു, ലീനിയർ ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നോഡുകൾ പിടിക്കുന്നു, താഴ്ന്ന് മേലേക്ക്. ഓക്കെ, താഴ്ന്ന് മേലേക്ക്. ഓക്കെ, താഴ്ന്ന് മേലേക്ക്. ബ്രൗണിൽ നിന്ന് മഞ്ഞയിലേക്ക്. ബ്രൗൺ, ഇവിടെ ബ്രൗൺ നോഡ് ക്ലിക്ക് ചെയ്യുന്നു, ബ്രൗൺ ആക്കുന്നു. ബ്രൗൺ ഇസ് ഡാർക്ക് ഓറഞ്ച്. ഡാർക്ക് ഓറഞ്ചിലേക്കല്ലേ, ഇതൊരു സുഖമല്ലേ. ഡാർക്ക് ഓറഞ്ച് ഇവിടേക്കാണ് തോന്നുന്നത്, ഡാർക്ക് ഓറഞ്ച്. ഓക്കെ, തൽക്കാലം ഞാൻ ചെറിയൊരു ഡാർക്ക് ഓറഞ്ച് കൊടുക്കുന്നു. മേലെ ഞാൻ മഞ്ഞ കൊടുക്കും. ഈ നോഡ് നിൽക്കുന്നു, ഒപ്പാസിറ്റി ഫുള്ളാക്കുന്നു, മഞ്ഞയിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഏകദേശം. ഓക്കെ, ഏകദേശം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഡാർക്ക് ആക്കണം. ഓക്കെ, ബ്രൗൺ എന്ന് പറയുമ്പോൾ തന്നെയല്ലേ കളർ മക്കളെ, റെഡിൻ്റെ ഡാർക്കാണ് ബ്രൗൺ. ഏകദേശം. ഓക്കെ, ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട്, ഡാർക്ക് ബ്രൗണിൽ നിന്ന് മഞ്ഞയിലേക്ക് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവനെ ക്ലിക്ക് ചെയ്തു, ലീനിയർ ഗ്രേഡിയൻ്റ് കൊടുക്കുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തു, ലെഫ്റ്റ് സൈഡിൽ എനിക്ക് ഡാർക്ക് ബ്രൗണിൽ നിന്ന് നോക്കിയാൽ കറക്റ്റ് കളറ്. അയ്യോ, ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു, ഇതാ ഇവിടെ ഈ നോഡ് സെലക്ട് ചെയ്യുന്നു, ഇവിടെ മഞ്ഞ, പക്ഷേ ഫുൾ ഓപ്പാസിറ്റി കൂട്ടണം. ഓക്കെ, ഒരു ഓറഞ്ചിഷ് മഞ്ഞ. ഇപ്പം എന്താ രസം, ഇപ്പം എനിക്ക് ഇഷ്ടമായി. ഇനി നമുക്കൊരു വര പോലെ ഒരു സാധനം ഇവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വര കൊടുക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ സാധനം വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്താ അത് തിക്നെസ് ഒന്ന് കുറച്ചാൽ മതി, അല്ലെങ്കിൽ പെൻസിൽ വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഇത് വേണമെങ്കിൽ സിമ്പിളായിട്ടൊന്ന് വരയ്ക്കാം. ഇത് ഞാൻ നെക്കി, ഇതിൻ്റെ തിന്നിങ് ഞാൻ ഒന്ന് കൂട്ടാം കേട്ടോ, മാസം ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ വിഡ്ത്ത് കുറച്ചാൽ മതി. ഓക്കെ, വിഡ്ത്ത് 1 കൊടുത്തിട്ട് ഞാൻ വരയ്ക്കുന്നു. ഓക്കെ, നേരെ ഒരെണ്ണം വരച്ചു, ഇത്രയും മതിയോ? ഓക്കെ, അതിൻ്റെ കളറൊന്ന് മാറ്റാം, നമുക്ക് ഡാർക്ക് ആക്കണം. ഓക്കെ, അത് അങ്ങനെയായിരിക്കും അവരുദ്ദേശിച്ചത്. ഓക്കെ, ദിയ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഒരു സർക്കിളിൽ ബ്ലർ സർക്കിൾ കൊടുക്കുന്നു. സർക്കിള് ഇവിടെ ഇങ്ങനെ സർക്കിള്. ഓക്കെ, ആവശ്യം നല്ലൊരു മഞ്ഞായിരിക്കണം അല്ലേ, മഞ്ഞ കൊടുക്കുന്നു, നമ്മുടെ ഫ്ലെയിമിൻ്റെ ഒരു മഞ്ഞ. ഓക്കെ, അവന് ബ്ലർ കൊടുക്കും. താഴെ ബ്ലർ കണ്ടോ, ബ്ലർ കഴിഞ്ഞു, സെറ്റ്. ഇനി പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഈ തിരി. ഓക്കെ, അത് നമുക്ക് ബാക്കിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇവനെ മേലേക്ക് ആക്കുക, ഇവനെ കൊണ്ട് മേലേക്ക് ആക്കാം. ഇവൻ മേക്ക് ഷുവർ ഇത് റേസ് ടു ടോപ്പാണ്. ഇപ്പോൾ റെഡിയാണ്, ഇപ്പോൾ കുഴപ്പമില്ല. ഇനി നമ്മുടെ പിക്ചറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പറയുന്നത്, ഇത്രയൊക്കെ ഉള്ള സംഭവം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇവനെയും താത്തിക്ക് വന്നു അങ്ങോട്ടേക്ക്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് കളേഴ്സൊക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാം, ഇവിടെ നിൽക്കാം. ഓക്കെ, നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കുക ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുക. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയുള്ള സംഭവം, 2 ഗ്രേഡിയൻ്റ് കിട്ടി, ഇത്രയുള്ള സംഭവം. ഓക്കെ, ഞാൻ അവനെ സേവ് ചെയ്യാണ്. 2025. ഓക്കെ, _4 ആണോ 5 ആണോ 6 5 6 എന്തോ അല്ലേ. ഇത്ര ആക്ടിവിറ്റി കഴിഞ്ഞു. ആക്ടിവിറ്റി 5 കഴിഞ്ഞു. അതോടെ നിങ്ങളുടെ IT ഇത് സംഭവം കഴിഞ്ഞു. ഓക്കെ, ഒരെണ്ണം ഞാൻ ചെയ്യാത്തത് വളരെ സിമ്പിളാണ്. 2 സർക്കിൾ ഉണ്ടാക്കുക, നടുക്കിലുള്ള വൈറ്റ് കൊടുക്കുക, പുട്ട് ഓൺ പാത്ത് ചെയ്യുക, കഴിഞ്ഞു. വളരെ സിമ്പിൾ. ഓക്കെ,
അതോടെ നിങ്ങളുടെ ഇങ്ക് സ്കേപ്പ് സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഏറ്റവും ഹെൽപ്പിംഗ് എന്താണ് വേണ്ടത് നിങ്ങളുടെ അടുത്ത് അടുത്ത സോഫ്റ്റ്വെയർ ആണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ 7 മണിക്ക് ഇന്ന് ലൈവ് ഉണ്ട്, നാളെ ലൈവ് ഉണ്ട്, മറ്റന്നാൾ ലൈവ് ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 15 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ഉണ്ട്. അടുത്ത ദിവസങ്ങൾ IT ഉണ്ട് എങ്ങനെ പഠിക്കണം. ഓക്കെ, പിന്നെ മക്കളെ നിങ്ങൾക്ക് അഡ്മിഷൻസ് ഓൾറെഡി എടുക്കുക. SLC ശക്തി ബാച്ചും അതേപോലെ തന്നെ +1 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത് വെക്കുക. +1 ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ശക്തി ബാച്ച്. സോ വേഗം തന്നെ അഡ്മിഷൻ എടുത്തോ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ് ഫോർ IT എക്സാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.